ബിസ്മില്ലാഹിറഹ്മാനിറഹീം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ദുറൂസിലെ 14ാം പാഠമായ അൽ ഇസ്തിഗ്ഫാറു എന്ന പാഠത്തിലെ തദ്രീബാത്താണ്. അത്തദ്രീബാത്ത് നുജീബ്. 1. മാസാ ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫളലി ഇസ്തിഗ്ഫാരി. പാപമോചനത്തിൻ്റെ ശ്രേഷ്ഠതയിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും മോചനവും എല്ലാ വിഷമത്തിൽ നിന്നും പരിഹാരവും വിചാരിക്കാത്ത രീതിയിൽ ഭക്ഷണവും ലഭിക്കും. 2. സയ്യിദുൽ ഇസ്തിഗ്ഫാറു മാ ഹുവ. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? പാഠഭാഗത്തിലെ 2ാം പാരഗ്രാഫിലെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്ന ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നുതർജിമു. നമുക്ക് പരിഭാഷപ്പെടുത്താം. അഊദു ബിക മിൻ ശർരി മാ സനഅതു. ഞാൻ പ്രവർത്തിച്ചതിൻ്റെ നാശത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. 2. അബൂഉ ലക ബിനിഅമതിക അലയ്യ. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു. നക്തുബുൽ മഅന. ലീക്കുൻ പ്രതിസന്ധി, മഹ്റജുൻ പരിഹാരം, അഹ്ദുൻ കരാർ, വഅദുൻ വാഗ്ദാനം, മൂക്കിനുൻ ദൃഢവിശ്വാസം. ഈ പാഠം ഇതിലെ തദ്രീബാത്തുകളും അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.